അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഇറ്റ്സ് ടു ഏർലി ആക്ച്വലി. ഇത് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി, നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. ഇനി ഏതെങ്കിലും ഒരു ആക്ടർ താരങ്ങൾ ഇതിനകത്തേക്ക് വരില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നുമില്ല. കാരണം ഞാനത് അന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്ന് അന്ന് ലാല് പറഞ്ഞ. ഞങ്ങളിത് അവതരിപ്പിച്ചേ അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് മോഹൻലാല് അവതരിപ്പിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. നമ്മൾ കൂടുതലും എനിക്കങ്ങനെ ടൊവിനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൂടുതലും ഈ വർക്കില്ലാത്തവരെയാണ് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ലാല് പറഞ്ഞു ആരെങ്കിലും അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹീസ് എ ചെയർമാൻ, ഈ ഡിസൈഡ്സ് ഇറ്റ് ആക്ച്വലി. എൻ്റെ ജോബ് ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ വന്നിട്ട്. ഞാൻ ഇതിൻ്റെ ഒരു നിമിത്തമായിട്ട് നിൽക്കുന്ന ഒരുത്തരായിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഈ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫിലിം പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് എക്യുപ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇതൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ വലിയ പ്രതിഫലമൊന്നുമില്ലല്ലോ, വരുമാനമൊന്നുമില്ലല്ലോ. അല്ല അതെ അത് ഞങ്ങൾ സത്യമായിട്ട് സ്പോൺസേഴ്സ് ഉണ്ട്. സ്പോൺസേഴ്സ് വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ 19 വർഷമായി. ഞാൻ പോകാത്ത സ്ഥലമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാവരും എവിടെ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാനുള്ളത് മുഴുവൻ അഭിനയിച്ച് കഴിഞ്ഞു. എൻ്റെ താല്പര്യം, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ തീർത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഓരോ ആഗ്രഹമുണ്ടല്ലോ, ഇവരുടെ ഒപ്പം ഒന്ന് ചെയ്യണം, ഇവരുടെ ഒപ്പം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യകാലത്തിൽ തന്നെ എനിക്ക് വന്നിട്ട് ശിവാജി സാറിൻ്റെ ഒപ്പം ആദ്യത്തെ ഞാൻ ശിവാജി സാറിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ചെയ്യണ്ടെന്ന് വെച്ച് ഞാനത് ചെന്നപ്പോൾ എനിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുക. എന്നെ ബാലാജി സാർ ഒരുപാട് ചീത്ത പറഞ്ഞ് ലാസ്റ്റ് വീട്ടിൽ അപ്പം മോഹനും തമ്മിലുള്ളൊരു പടമാണ്. ഞാൻ പൂജയ്ക്ക് പോയി, അവിടെ വെച്ചാണ് എനിക്ക് ടെൻഷനായത്. അപ്പോൾ ഞാൻ അന്ന് ആ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻ്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ അറിയാവുള്ളൂ. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു രീതിയല്ല. കമലഹാസനൊക്കെ ആയിട്ട് ചെയ്യുന്ന ദേവർ ഫിലിംസ് എന്നപ്പോൾ ദേവർ ഫിലിംസ് എനിക്കൊരു ഫാമിലി പോലെയായിരുന്നു. അവരായിട്ട് അങ്ങനെ എന്നെ എടുക്കുമായിരുന്നു. എൻ്റെ ചിന്നപ്പദേവരുടെ മകനുണ്ടായിരുന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഡയറക്ടർ ത്യാഗരാജ സാറ്. ഞങ്ങൾ തമ്മിൽ എല്ലാവരും ഈ നിർത്തി ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് നമ്മൾ കൂട്ടം അവിടെയുള്ള ഗ്രാഹങ്ങൾ ABMലും അതിനകത്ത് ഈസി ആയിരുന്നു എനിക്ക് കമ്പനികളിൽ വന്നിട്ട്. ഇത് വേറൊരു രീതിയുള്ളൊരു സെറ്റപ്പാണ് ശിവാജി സാറിൻ്റെ. അത് പഴയ കാലത്തെ സിനിമയുടെ സെറ്റപ്പിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ ആ സ്റ്റുഡിയോയുടെ. അപ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിശബ്ദമായിട്ട് ഇങ്ങനെ മാറിയേക്കും. നമുക്ക് ആ ഒരു പ്രിൻ്റ് ഓഫ് സൈലൻസും അങ്ങനെയൊക്കെയാണ് തന്നെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും അപ്പോൾ ഇങ്ങനെ പോകും ബാലാജിയുണ്ട്. ഞാൻ പുള്ളിയുടെ അവിടെ ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ പോകും ബാലാജി ഞങ്ങളുടെയൊക്കെ മുമ്പിൽ പോലെ പവറില്ല. അത് വലിയ പ്രൊഡ്യൂസറാണ്, രജനീനൊക്കെ വെച്ച് എടുക്കുന്നവടാ. എല്ലാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വലിയ ആക്ടറായിരുന്നല്ലോ. അപ്പോൾ പുള്ളി അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ അതിനു മുമ്പ് കണ്ടേക്കണേ. ഞാൻ അങ്ങയുടെ സുജാത എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ എന്ന് പറയുന്ന നമ്മുടെ മോഹൻ ഡയറക്ട് ചെയ്ത ശാലിനിയുടെ കൂട്ടുകാരി തമിഴിലേക്ക് ആക്കിയപ്പോൾ എൻ്റെ ഡാൻസൊക്കെ വെച്ചിട്ടുള്ളൊരു പടമായിരുന്നു സെല്ലിലേക്ക്. അത് ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് പുള്ളി ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര നിൽക്കണ ഈ പുള്ളി ഇങ്ങനെ പോകുന്നത്. എന്നാ ഞാനൊന്ന് ഞെട്ടി തീർന്ന് ബാലാജി ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ നിൽക്കണം, എനിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായിട്ട് ടോട്ടലി ഞാൻ എന്താണ് സീൻസ് മുഴുവൻ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. സാധാരണ അതൊരു ഫീലിംഗ് വരേണ്ടതല്ല യഥാർത്ഥത്തിൽ. അതെനിക്ക് രജനീകാന്തുമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല, കമലഹാസനായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ രാമലക്ഷ്മിയിലേക്ക് ഇങ്ങനെ മൂക്കി തോണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടാക്കപ്പെട്ട അവിടുത്തെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ. കാരണം പുള്ളി ഭയങ്കര ജോലിയായിട്ട് അവിടെ തമാശയും പറഞ്ഞ് ചിരിച്ചല്ലോ വന്നെ. ഇപ്പം നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കുമല്ലേ. ഇതല്ല, ഇത് ആ സെറ്റ് ഇസഫ് ആക്ച്വലി വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, സൈലൻസ് ആണ്. അപ്പോൾ ഭയങ്കര ബഹുമാനത്തിലൂടെ. അപ്പോൾ എനിക്കത് എങ്ങനെയാണെന്നുള്ളൊരു പേടിയായി.
എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു, എനിക്കെങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഞാനെങ്ങനെ പുള്ളിയെ പോയി ചീത്ത പറയുന്ന സീനിൽ തരാം. അപ്പനും മകനും തമ്മിലുള്ള ഭയങ്കര യുദ്ധമുള്ള സാധനമാണ്. ഭയങ്കര ടഫ് ക്യാരക്ടറാണ് കൽത്തു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഞാൻ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ നമ്മൾ കംഫർട്ടബിൾ ആയിരുന്നു വേണമല്ലോ. ഞാൻ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റിൽ പോകുമ്പോൾ ഇപ്പം നിങ്ങളായിട്ട് ആരെയൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് ജീവിച്ച് പരിചയമുള്ളവനാണ് ഞാൻ. ലൈക്ക് ഞാനൊരു കൂട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം വളരെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതാവില്ല. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെന്തെങ്കിലും ഞാൻ പിന്നെ അത്രക്കധികം നന്നായിട്ട് തമിഴ് സംസാരിക്കാത്തവനാണ്. അപ്പോൾ ഇനി അതിനകത്ത് ചൂടായാലോ? മനസ്സിലായില്ലേ? സ്റ്റുഡിയോൻ്റെ ഉള്ളിലുള്ള സാധനം അതിനകത്ത് ടോട്ടലി എനിക്ക് അതിനകത്തേക്കുള്ള ആ കംഫർട്ട് എനിക്ക് വന്നിട്ടുള്ളതിനകത്ത് പേടിയായി. അപ്പോൾ യെസ് ഇറ്റ്സ് ബെറ്റർ ആക്ച്വലി ഉണ്ടല്ലോ. ഞാൻ അഭിനയിക്കാൻ വന്നത് റിലാക്സ് ചെയ്തിട്ട് അഭിനയിക്കുന്ന ഒരു രീതി എനിക്കിഷ്ടമാണ്. കൈയും കാലൊക്കെ എടുത്തിട്ട് അതിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഈസി മട്ടിലേക്ക് എനിക്ക് പോകണം എന്നുള്ളതിനകത്തേക്ക് വന്നത്. അല്ലാതെ ഞാൻ ആക്ടിങ്ങിനെ അങ്ങനെ കണ്ടത് ഞാൻ എൻ്റർടൈനർ ബേസിക്കലി. അതിൽ നമ്മൾ ഉള്ളിൽ നിന്ന് രസിച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ സാധനം കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അതിപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ബോഡി ലാംഗ്വേജിനെ ഞാൻ രസിച്ചേ ചെയ്യും. എന്തും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു കംഫർട്ട് ഉണ്ടാവണം ശരിക്കും. ലൈക്ക് നമ്മളൊരു ചെറിയൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പ്രവർത്തിക്കാം. അത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നിടത്തും അങ്ങനെ ഭയങ്കര ഒരു ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ വന്നിട്ടൊരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് പറയാവോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷൻ ചെയ്യാവോ എന്നൊക്കെ തോന്നലുണ്ടാവും. പക്ഷെ ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ആർജിച്ച് കഴിഞ്ഞു. ഞാനത് വന്ന സമയമല്ലേ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മുഴുവനും അത് തന്നെ ഒരുപാട് ചീത്തപ്പേര് കേട്ടു. ഞാൻ ഇതിന് വിട്ടതിന് ഇല്ലാത്ത കഥകൾ മുഴുവനും വന്നു. എൻ്റെ അഹംഭാവത്തിൻ്റെ ഭാവമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥ വന്നു. ഞാൻ പിന്നെ വായിക്കാതായി പത്രം. ചെറിയ മാത്രം അല്ല വായിച്ചാലേ പ്രശ്നമുള്ളൂ. കംപ്ലീറ്റ് ചെയ്ത കുഴപ്പമില്ല. ഞാൻ അതിനെ വാഴിക്കുക എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പിന്നെ അഭിനയിച്ചു. അപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞ അപ്പോഴത്തേക്കും എങ്ങനെയാണ് ഇൻഡസ്ട്രി എന്നുള്ളതിനെ കുറച്ചും കൂടി എനിക്ക് വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അത് ഈസി ആയിരുന്നു.